ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം. ഈ വർഷത്തെ ശിവരാത്രി മാർച്ച് 8-ാം തീയതിയാണ്. അതിനു മുമ്പായി 3 ആഴ്ചക്കാലം സജ്ജനങ്ങളെല്ലാം ഒരേ സമയത്ത് പരമാവധി ഒത്തുചേർന്നു ശിവനാമങ്ങളും ശിവ അഷ്ടോത്തര ശതനാമാർച്ചനയും ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ക്രമികമായി പാലിക്കുന്ന ഉപാസനകൾ ഓരോ വ്യക്തിയുടെയും ചിത്തശുദ്ധിക്കുതകും. നാം ഒരേ സങ്കല്പത്തോടുകൂടി ഒരേ സമയത്ത് മന്ത്രോപാസന ചെയ്യുമ്പോൾ സമഷ്ടിയിലും അതിൻ്റെതായ അനുരണനങ്ങളുണ്ടാവും, അനുകൂലതകളുണ്ടാവും. അതുകൊണ്ട് കഴിവതും നമുക്ക് ഒരേ സമയത്ത് ഒത്തുചേരാം. ഈ അർച്ചനയിൽ സംബന്ധിക്കുന്നവര് അവനവന്റെ ഗൃഹത്തില് അഥവാ വാസസ്ഥലത്ത്, അത് ആശ്രമങ്ങളാവട്ടെ, മഠങ്ങള്, ഗൃഹങ്ങള്, ഇനി പ്രത്യേകം ലോഡ്ജുകളിലോ മറ്റ് ഹോട്ടൽ മുറികളിലോ ഒക്കെ താമസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ എവിടെയാണോ അനുകൂലം അവനവന്റെ വാസസ്ഥലം അവിടെ ശുദ്ധമായൊരു സ്ഥലത്ത് മഹേശ്വരന്റെ അതുപോലെ ഈശ്വരീയമായ ഭാവന നമ്മിൽ ഉണർത്തുന്ന മറ്റ് ദേവതാ രൂപങ്ങളെയും അതുപോലെ അവനവന്റെ ഗുരുനാഥന്റെ ചിത്രമാണെങ്കിൽ അത് അങ്ങനെയെല്ലാം വെച്ചുകൊണ്ട് ഭവ്യമായ രീതിയിൽ പുഷ്പാലങ്കാരം ചെയ്ത് സ്ഥലമൊരുക്കാവുന്നതാണ്. അതിനുശേഷം സാധ്യതയുള്ളവർ ഒരു പീഠത്തിലോ അതുമല്ലെങ്കിൽ ഒരു തളികയിലോ അതുമല്ലെങ്കിൽ ഒരു ഇലയിലോ നിലവിളക്ക് വെച്ച്, ഇനി സാധ്യത ഇല്ലാത്തവര് തന്റെ മുന്നിൽ ദീപത്തെ സങ്കല്പിച്ച് ഈ അർച്ചനയിൽ പങ്കെടുക്കാം. പുഷ്പം, അക്ഷതം തുടങ്ങിയവ ഉപയോഗിച്ച് അർച്ചന ചെയ്യാൻ സാധിക്കുന്നവര് ശുദ്ധമായ ഒരു തളികയിലോ അഥവാ ഇലയിലോ ആവശ്യമുള്ള പുഷ്പങ്ങൾ മുൻകൂട്ടി സ്വരൂപിക്കാം അഥവാ അക്ഷതം സ്വരൂപിക്കാം. അങ്ങനെ എല്ലാ പ്രകാരത്തിലും മാനസികമായി നമ്മൾ അർച്ചനയ്ക്ക് തയ്യാറാവുക. ഗൃഹങ്ങളിലാണെങ്കിൽ കുടുംബാംഗങ്ങൾ, മറ്റ് സജ്ജന സുഹൃത്തുക്കൾ എല്ലാവരും ഒത്തുചേർന്ന്, അതുപോലെ പൊതു ഇടങ്ങളിലാണെങ്കിൽ ആകാവുന്ന സജ്ജനങ്ങൾ ഒത്തുചേർന്ന് ഈ അർച്ചനയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇരിക്കുക. പ്രതിദിനം രാവിലെ 6:30 മണിക്കും വൈകിട്ട് 7 മണിക്കും അങ്ങനെ 2 പ്രാവശ്യം അദ്വൈതാശ്രമം യൂട്യൂബ് ചാനലിൽ ഈ അർച്ചന ഉണ്ടായിരിക്കും. 2 നേരവും കഴിയുന്നവര് അങ്ങനെ സംബന്ധിക്കുക. കഴിയാത്തവര് അവനവൻ ഏത് സമയത്താണോ സാധിക്കുക അങ്ങനെ ഇതിൽ സംബന്ധിക്കുക. ഇനി ഇപ്രകാരം ദീപ
മൂലത്തിലേക്ക് അർച്ചന ചെയ്യാൻ സാധിക്കാത്തവര് മാനസികമായി അർച്ചന ചെയ്യാം. അഥവാ അതിനും സാധ്യതയില്ലാത്തവര് ശ്രദ്ധയോടുകൂടി മന്ത്രങ്ങളെ കേൾക്കുക, ഇതിൽ സംബന്ധിക്കുക ഒരേ സമയത്ത് എന്നുള്ളത് പ്രാധാന്യത്തോടുകൂടി കാണുക. അതുപോലെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം പരമാവധി സജ്ജനങ്ങളെയും ഇതിലേക്ക് ആകർഷിക്കാൻ പരിശ്രമിക്കുക. ഓ